നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയും സർക്കാർ മുൻ അഭിഭാഷകനുമായ PG മനു മരിച്ച നിലയിൽ. കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ താമസ സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം അത്തിപ്പറ്റയിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. അത്തിപ്പറ്റ സ്വദേശി ഫാത്തിമയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെക്യൂരിറ്റി മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനായ ലഹരി കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി. കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പിടിച്ചെടുത്ത കൊക്കൈന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ല. രഹസ്യവിവരം ലഭിച്ചുവെന്ന വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു. പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയില്ലെന്നും ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചിട്ടില്ലെന്നും കോടതി. യേശുവിന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മയിൽ ക്രൈസ്തവർ പീഠാനുഭവ വാരത്തിലേക്ക്. ഓശാന ഞായർ ആചരണത്തോടെ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം. വിവിധ ദേവാലയങ്ങളിൽ ഓശാന ശുശ്രൂഷകളുടെ ഭാഗമായി കുരുത്തോല പ്രദക്ഷിണം നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ബസേലിയോസ് മാർ ക്ലിമിസ് ബാവ നേതൃത്വം നൽകി. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഹൃദയങ്ങളിൽ രൂപാന്തരം സംഭവിക്കുന്നതാകട്ടെ വിശുദ്ധവാരമെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. കോട്ടയം മണർക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ ചടങ്ങുകൾ നയിച്ചത് യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ. കോട്ടയം പുളിക്കൽ കവല സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ ചടങ്ങുകൾക്ക് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ നേതൃത്വം നൽകി. ഭരണത്തിൽ ഇരിക്കുന്നവർ ആരും വിമർശനങ്ങൾക്ക് അതീതരല്ലെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ഒരുപാട് പുകഴ്ത്തിയാൽ അതിന്റെ ഫലമായി അവർ ഒന്നും ചെയ്യാതെ വരും. അധികാരത്തിലിരിക്കുന്നവരെ കാര്യങ്ങൾ അറിയിക്കേണ്ട കടമ ജനങ്ങൾക്കാണെന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ യാക്കോബായ സഭ. ചില ആളുകൾക്ക് കേസ് കൊടുക്കുന്നതിന് നോയമ്പ് കാലമൊന്നും പ്രശ്നമല്ലെന്ന് യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ മാത്രമേ സാധിക്കൂ. വ്യവഹാരം മാർഗം ഒഴിവാക്കാൻ പീഠാനുഭവ വാരത്തിൽ ചിന്തിക്കാനാകട്ടെയെന്നും ഓശാന സന്ദേശത്തിൽ ശ്രേഷ്ഠ ബാവ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്ഥാനാരോഹണത്തിന് പ്രതിനിധി സംഘത്തെ അയച്ചതും പരാമർശിച്ച് ശ്രേഷ്ഠ ബാവ. മുനമ്പത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാകുമെന്ന് നേരത്തെ കരുതിയതാണെന്ന് ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ. വൈകാരികമായി കാര്യങ്ങൾ എടുക്കരുതെന്ന് നേരത്തെ തന്നെ മുനമ്പം ജനതയോട് പറഞ്ഞതാണ്. അവരെ സഹായിക്കാൻ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നതിനൊപ്പം ഇതുവരെയുള്ള വാർത്തകളും ചരിത്ര പഠനവും സഭയുടെ മുന്നിലുണ്ടെന്നും ബിഷപ്പ്. മുനമ്പം പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ പുതിയ വഖഫ് നിയമത്തിനാകില്ലെന്നും ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ ന്യൂസ് 18 Q18. വരുന്ന തെരഞ്ഞെടുപ്പിൽ ലത്തീൻ സമുദായം ശക്തമായ രാഷ്ട്രീയ നിലപാടെടുക്കുമെന്നും കോട്ടപ്പുറം രൂപത അതിനു മുന്നിൽ നിൽക്കുമെന്നും ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ. മുനമ്പം മാത്രമല്ല ലത്തീൻ സമുദായത്തിന്റെ വിഷയം. അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനും വാർഡ് തലം തൊട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങും. സംസ്ഥാന സർക്കാരും CPM-ഉം മുനമ്പം വിഷയം നീട്ടി വഷളാക്കിയെന്ന ആരോപണം തള്ളി ബിഷപ്പ്. സമരസമിതിയെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ വഖഫ് വകുപ്പ് മന്ത്രി ഒഴിവാക്കണമെന്നും ബിഷപ്പ് ആംബ്രോസ്. ഡൽഹിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടി പ്രതിഷേധാർഹമെന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിതെന്നും ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു.
സുരക്ഷാ കാരണങ്ങളാലാണ് ഡൽഹിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നൽകാതിരുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഡൽഹിയിൽ കഴിഞ്ഞ 11-ാം തീയതി മുതൽ സുരക്ഷ കർശനമാണ്. ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്കും അനുമതി നൽകിയില്ലെന്നും കേന്ദ്രമന്ത്രി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ കേന്ദ്ര സർക്കാർ ആലോചന. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനായി നീക്കങ്ങൾ ആരംഭിച്ചു. ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിനാണ് ഹർജി നൽകുക. ബില്ലുകളിൽ ഗവർണർക്ക് സമയപരിധി ഏർപ്പെടുത്തിയതിൽ കേരളവും സുപ്രീം കോടതി വിധിക്കനുസരിച്ച് ചെയ്യുമെന്ന് മന്ത്രി P രാജീവ്. തമിഴ്നാട് ബില്ലുകൾ നിയമമാക്കി. ഇനി വരാനിരിക്കുന്ന ബില്ലുകൾ എങ്ങനെയായിരിക്കുമെന്നത് പ്രധാനമാണ്. പുനഃപരിശോധനാ അവകാശം എല്ലാവർക്കും ഉണ്ടെന്നും ഗവർണർ നിൽക്കേണ്ടത് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ചാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചെന്ന് ഹൈക്കോടതി വിധിയിൽ വിമർശനം. കഴിഞ്ഞ ദിവസം എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു. വസ്തുതകൾ അവതരിപ്പിക്കുന്നതിൽ വിജിലൻസ് അഭിഭാഷകന് വീഴ്ച പറ്റിയതായി വിധി പ്രസ്താവിക്കുമ്പോൾ തന്നെ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കരുവന്നൂർ കേസിൽ തൃശൂർ ജില്ലയിൽ 100 കോടിയിലധികം നേടിയെന്ന ആരോപണത്തിൽ CPM-ഉം സർക്കാരും മറുപടി പറയണമെന്ന് VD സതീശൻ. ലോക്കൽ കമ്മിറ്റി കോടികളുടെ ഇടപാട് നടത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നെന്നും ബിനോയ് വിശ്വം എത്ര ദിവസം നിലപാട് നിലനിർത്തും എന്നും കണ്ടറിയാമെന്നും VD സതീശൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെതിരെ നീക്കവുമായി പോലീസ്. രാത്രി സിദ്ദിഖ് കാപ്പൻ വീട്ടിൽ ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ച പോലീസ് രാത്രി 12 മണിയോടെ എത്തുമെന്ന് അറിയിക്കുകയായിരുന്നു. പോലീസ് നീക്കത്തിൽ നിഗൂഢതയുണ്ടെന്നും അർദ്ധരാത്രിയിൽ വീട്ടിലെത്തുന്നത് എന്തിനെന്ന് പോലീസ് ഇതുവരെ വിശദീകരിച്ചിട്ടില്ലെന്നും സിദ്ദിഖ് കാപ്പൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം നേതാക്കൾ കോഴിക്കോട് പ്രാഥമിക കൂടിയാലോചനകൾ നടത്തി. ആര്യാടൻ ഷൗക്കത്തിനാണ് മുൻതൂക്കം. BS ജോയിയും പരിഗണനയിൽ. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നും പ്രവചനം. തിരുവനന്തപുരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ CPM-നെതിരെ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഒരു കുടുംബത്തെ പൂർണ്ണമായി തകർത്തുകളഞ്ഞ CPM-ന്റെ നേതാക്കൾക്കെതിരെ എന്ത് നടപടിയാണ് CPM സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വീകരിക്കുന്നതെന്ന് ഡീൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ പ്രതികരണവുമായി VD സതീശൻ. ഒരു ഭീഷണിയിലും ഭയപ്പെടുന്നവർ അല്ല തങ്ങളെന്നും രാഹുലിനെ സംരക്ഷിക്കാനുള്ള സംവിധാനം കേരളത്തിലെ കോൺഗ്രസിനുണ്ട് VD സതീശൻ വ്യക്തമാക്കി. പാലക്കാട് നഗരസഭയിലേക്ക് നടന്ന മാർച്ചിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തത്. 2022 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി റിയാദിൽ അറസ്റ്റിൽ. പാലക്കാട് തെങ്കര അബ്ദുൽ അസീസിനെയാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ ചെറിയമ്മയുടെ സുഹൃത്തായ ഇയാൾ അവരുടെ ഒത്താശയോടെയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പീഡനത്തിന് ശേഷം ഗൾഫിലേക്ക് മുങ്ങിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി PP അമ്പിളി ആത്മഹത്യ ചെയ്തത് സഹപാഠികളുടെയും ഹോസ്റ്റൽ വാർഡന്റെയും മാനസിക പീഡനം മൂലമാണെന്ന് കുടുംബം. അമ്പിളി മനോരോഗിയാണെന്നും വരുത്തി തീർക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നതായും ആരോപണം. അമ്പിളിയെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം 5-ന്. ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാത്രി 11 മണിയോടെയാണെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. എന്നാൽ പുലർച്ചെ 2:15 വരെ അമ്പിളിയുടെ ഫോൺ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നതായി തെളിവുകളുണ്ടെന്നും ബന്ധുക്കൾ. ഇനി ദേശീയ വാർത്തകൾ. വഖഫ് പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായ ബംഗാളിൽ അതീവ ജാഗ്രത. സംഘർഷ മേഖലയിലേക്ക് 5 കമ്പനി BSF-നെ കൂടെ വിന്യസിച്ചു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയുമായും DGP-യുമായും വീഡിയോ കോൺഫറൻസിൽ ഉൾപ്പെടെ ചർച്ച നടത്തി. സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 3 പേർ. ത്രിപുരയിലും പ്രതിഷേധം അക്രമാസക്തം.
നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് 700 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നാഷണൽ ഹെറാൾഡിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ സ്വത്താണ് കണ്ടുകെട്ടുന്നത്. കേസിൽ പ്രധാന ആരോപണം നേരിടുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. NGOയുടെ മറവിൽ പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് റാക്കറ്റ് രാജസ്ഥാനിൽ പിടിയിൽ. ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകളെ സമൂഹ വിവാഹം കഴിപ്പിക്കുന്നുവെന്ന വ്യാജേനയാണ് NGO പ്രവർത്തിക്കുന്നത്. ഗായത്രി വിശ്വകർമ്മ എന്ന സ്ത്രീയാണ് വ്യാജ NGO നടത്തിയിരുന്നതെന്ന് വിവരം. ഇനി വിദേശ വാർത്തകൾ. ഉക്രൈനിലെ കീവിലുള്ള ഇന്ത്യൻ ഫാർമ കമ്പനിയുടെ വെയർഹൌസിന് നേരെ റഷ്യൻ മിസൈൽ ആക്രമണം. യുക്രൈനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മനഃപൂർവ്വമുള്ള ആക്രമണമായിരുന്നുവെന്നും ഇന്ത്യൻ ബിസിനസ് തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്നും യുക്രൈൻ എംബസി. ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള കുംസും എന്ന കമ്പനി യുക്രൈനിലെ ഏറ്റവും വലിയ ഫാർമ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. യുക്രൈനിൽ അടിസ്ഥാന മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്ന കമ്പനി കൂടിയാണ് ഇത്. അതേസമയം മിസൈൽ ആക്രമണമല്ല, ഡ്രോൺ ആക്രമണമാണ് റഷ്യ നടത്തിയതെന്ന് യുക്രൈനിലെ ബ്രിട്ടൻ അംബാസിഡർ. ഗാസയുടെ തെക്കേ ആറ്റൻ നഗരമായ റഫ നഗരം പൂർണ്ണമായി വളഞ്ഞ് ഇസ്രായേൽ സേന. മേഖലയിൽ സുരക്ഷാ ഇടനാഴി ഒരുക്കിയതായും കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപനം. റഫായിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിയണമെന്ന് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് മന്ത്രി ഇസ്രായേൽ കാട്സ് പലസ്തീനികളോട് ആവശ്യപ്പെട്ടു. ഇറാൻ US ആണവ ചർച്ചയുടെ ആദ്യഘട്ടം ഒമാന്റെ മധ്യസ്ഥതയിൽ മസ്കറ്റിൽ പൂർത്തിയായി. തുടരാലോചനകൾ അടുത്തയാഴ്ച നടക്കും. സൗഹൃദാന്തരീക്ഷത്തിലും പരസ്പര വിശ്വാസത്തിലും ഊന്നിയുള്ളതായിരുന്നു ചർച്ചയാണ് നടന്നതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പകരച്ചുങ്കത്തിൽ നിന്നും സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും അടക്കമുള്ളവയെ ഒഴിവാക്കി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പട്രോൾ ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തിറക്കിയത്. സെമി കണ്ടക്ടറുകൾ, ഹൈടെക് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ഹാർഡ് ഡ്രൈവുകൾ, പ്രോസസ്സറുകൾ എന്നിവയും തീരുവയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം പ്രധാനമായും ചൈനയിൽ നിന്നാണ് US ഇറക്കുമതി ചെയ്യുന്നത്. അമേരിക്കയുടെ തീരുവ ഉയർത്തൽ കണക്കിലെടുത്ത് ശമ്പള വർധന മാറ്റിവെച്ച് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. 2025 ഏപ്രിലിൽ നൽകേണ്ടിയിരുന്ന വാർഷിക ശമ്പള വർധനയാണ് TCS മാറ്റിവെച്ചത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും അമേരിക്കയുമായി ബന്ധപ്പെട്ട താരിഫ് ആശങ്കകളുമാണ് ഈ തീരുമാനത്തിന് കാരണമായതെന്ന് കമ്പനി. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വ്യവസായി ജുഗ്വിന്ദർ സിംഗ് ബ്രാറിനും അദ്ദേഹത്തിന്റെ 4 സ്ഥാപനങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക. ഇറാനിയൻ അസംസ്കൃത എണ്ണയുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വ്യാപാരത്തിലും ഗതാഗതത്തിലും പങ്കാളിയാണെന്ന ആരോപണം. ജുഗ്വിന്ദർ സിംഗിന്റെ 3 കമ്പനികൾക്കുള്ളത് 300 ചരക്ക് കപ്പലുകൾ. ഇവയിൽ പലതും ഇറാന്റെ ഷാഡോ ഫ്ലീറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുവെന്ന് അമേരിക്കൻ ആരോപണം. അമേരിക്കയിൽ നിയമാനുസൃതം താമസിക്കുന്ന ഗ്രീൻ കാർഡ് ഉടമകളടക്കമുള്ള വിദേശികൾ തിരിച്ചറിയൽ രേഖകൾ എപ്പോഴും കയ്യിൽ കരുതണമെന്ന് നിർദ്ദേശം. കുടിയേറ്റ വിസ നിയമ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാർ സർക്കാർ വകുപ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കാണിച്ച് അടുത്തിടെയുണ്ടായ കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. വിദേശ വിദ്യാർത്ഥിയും പലസ്തീൻ ആക്ടിവിസ്റ്റുമായ മഹ്മൂദ് ഖലീലിന്റെ നാടുകടത്തൽ ശരിവെച്ച US ഫെഡറൽ കോടതി. പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ കൊളംബിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ മഹ്മൂദിനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം. മഹ്മൂദ് ഖലീൽ ഇപ്പോൾ കഴിയുന്നത് ലൂസിയാനയിലെ കുടിയേറ്റക്കാർക്കായുള്ള ജയിലിലാണ്. യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്രീൻലാൻഡ് ദ്വീപ് പിടിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് കോഴ നൽകുന്നുവെന്ന ആരോപണം. ന്യൂയോർക്ക് ടൈംസ് ആണ് ട്രംപിന്റെ വാർത്ത പുറത്തുവിട്ടത്. ഗ്രീൻലാൻഡുകാർ സ്വന്തം നാട്ടിൽ താമസിക്കാൻ ട്രംപ് വലിയ തുക വാഗ്ദാനം ചെയ്തെന്നാണ് റിപ്പോർട്ട്. 60,000-ഓളം പേരാണ് ഗ്രീൻലാൻഡിൽ താമസിക്കുന്നത്. ഓരോ ദ്വീപുവാസികൾക്കും $10,000 വീതം ട്രംപ് വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ദേശീയ ഉപദേഷ്ടാവ് മൈക്കൽ വാൾസും ഏപ്രിൽ 21-ന് ഇന്ത്യയിലെത്തും. സന്ദർശനം 4 ദിവസം നീണ്ടു നിൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കിടെയാണ് JD വാൻസിന്റെ ഇന്ത്യ സന്ദർശനം.
വീണ്ടും കടും വെട്ടുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാസയുടെ ബജറ്റ് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ. ഇതിനുള്ള നീക്കം ട്രംപ് സജീവമാക്കിയെന്നാണ് സൂചന. നാസയുടെ ആകെ ബജറ്റിന്റെ 20% കുറയ്ക്കാനുള്ള ശുപാർശ അമേരിക്കൻ പ്രസിഡന്റ് നൽകിയതായി വിവരം. പ്രധാന നാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുമെന്നും റിപ്പോർട്ട്. ഹിന്ദു ഫോബിയയ്ക്കെതിരെ ബിൽ അവതരിപ്പിച്ച US സംസ്ഥാനമായ ജോർജിയ. ഹിന്ദു ഫോബിയയും ഹിന്ദു വിരുദ്ധ വർഗീയതയും ഔപചാരികമായി അംഗീകരിക്കുന്നതിനാണ് ജോർജിയ പുതിയ ബിൽ അവതരിപ്പിച്ചത്. ഇത്തരത്തിൽ ഒരു ബിൽ USന്റെ ചരിത്രത്തിൽ ആദ്യം. ഇതോടെ നിലവിലുള്ള വിവേചന വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഹിന്ദു ഫോബിയയെ ഉൾപ്പെടുത്താൻ ഇത് സംസ്ഥാന തദ്ദേശ നിർവഹണ ഏജൻസികളെ നിർബന്ധിതരാക്കും. USൽ വൻതോതിൽ കുടിയേറിയിട്ടുള്ള ഇന്ത്യക്കാരിൽ വലിയൊരു വിഭാഗവും ഹിന്ദുക്കൾ. പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങളിലേക്ക് മാറാത്ത കപ്പലുകൾക്ക് കാർബൺ നികുതി ചുമത്താനുള്ള UN മാരിടൈം സംഘടനയുടെ തീരുമാനത്തെ ഇന്ത്യ ഉൾപ്പെടെ 63 രാജ്യങ്ങൾ അനുകൂലിച്ചു. മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താൻ ആഗോളതലത്തിലുള്ള നീക്കം ആദ്യമായാണ്. ആദ്യഘട്ടമായി കപ്പലുകൾക്ക് 2028 മുതൽ നികുതി ചുമത്താനാണ് നീക്കം. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ്. റിയാദിൽ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. വരുന്ന ദിവസങ്ങളിലും രാജ്യത്ത് വ്യാപകമായി പൊടിക്കാറ്റ് വീശുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഗൂഗിളിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ. 100 കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിട്ടു. ഡിവൈസ് യൂണിറ്റായ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ, പിക്സൽ ഫോണുകൾ, ക്രോം ബ്രൗസർ എന്നിവയിൽ ജോലി ചെയ്യുന്നവരെയാണ് പുറത്താക്കിയതെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം പ്ലാറ്റ്ഫോം ഡിവൈസ് ടീമുകളിൽ ആളുകളെ കുറച്ചിരുന്നു. രാജ്യത്തിന്റെ വ്യവസായ ഉൽപാദന വളർച്ചയിൽ ഫെബ്രുവരിയിൽ കനത്ത ഇടിവ്. ജനുവരി മാസത്തെ വളർച്ചയുടെ ഏതാണ്ട് പകുതിയായാണ് വ്യവസായ ഉൽപാദക സൂചിക കുറഞ്ഞത്. ജനുവരിയിൽ ഇത് 5%. ഫെബ്രുവരിയിൽ 2.9% കുറഞ്ഞു. കഴിഞ്ഞ 6 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇത്. കൂടുതൽ ഗ്രാൻഡ് ഫീച്ചറുകളുമായി 2025 മോഡൽ ഗ്രാൻഡ് വിറ്റാരയെ പുറത്തിറക്കി മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. എല്ലാ മോഡലുകളിലും സ്റ്റാൻഡേർഡായി 6 എയർ ബാഗുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക മോഡലിന് 11.42 ലക്ഷം രൂപ മുതലാണ് എക്സ് ഷോറൂം വില ആരംഭിക്കുന്നത്. പുതിയ ഗ്രാൻഡ് വിറ്റാര 18 മോഡലുകളിൽ ലഭ്യമാണ്. കൗമാരക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മെസഞ്ചർ ആപ്പുകളിൽ ട്വീൻ അക്കൗണ്ട് ഫീച്ചർ അവതരിപ്പിച്ച് മെറ്റ സംഘടിപ്പിച്ച ട്വീൻ സേഫ്റ്റി ഫോറത്തിലാണ് പ്രഖ്യാപനം. കുട്ടികളുടെ ഓൺലൈൻ ഉപയോഗവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കാനുള്ളതാണ് ഫീച്ചർ. ഇനി മുതൽ ഇന്ത്യയിൽ 16 വയസ്സിന് താഴെയുള്ള മെറ്റ പ്ലാറ്റ്ഫോം ഉപഭോക്താക്കളുടെ അക്കൗണ്ട് രക്ഷിതാക്കൾക്ക് ഫാമിലി സെന്റർ വഴി മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഈ അക്കൗണ്ടുകൾ പ്രൈവറ്റ് മോഡിലായിരിക്കും പ്രവർത്തിക്കുക. അപരിചിതർ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതിനും സന്ദേശം അയക്കുന്നതിനും നിയന്ത്രണമുണ്ടാകും. സ്പോർട്സ് വാർത്തകൾ. IPL-ൽ ഗുജറാത്തിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് 6 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ലക്നൌ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. IPL വാതുവെപ്പിനെതിരെ ബംഗളൂരു പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പിടികൂടിയത് 1.15 കോടി രൂപ. 5 വ്യത്യസ്ത കേസുകളിലായാണ് തുക പിടിച്ചെടുത്തത്. പാർക്കർ, റൈലെക്സ്, ദുബായ് എക്സ്ചേഞ്ച്, ലോട്ടസ് തുടങ്ങി നിരവധി സംശയാസ്പദമായ വെബ്സൈറ്റുകളും മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനുകളും കണ്ടെത്തിയതായി പോലീസ്. വർഷങ്ങളായുള്ള ഹോക്കി താരങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് എറണാകുളം മഹാരാജാസ് കോളേജിലെ ഹോക്കി ടർഫ് ഉദ്ഘാടനത്തിനൊരുങ്ങി. തിരുവനന്തപുരം GV രാജ സ്റ്റേഡിയം, കൊല്ലം ഹോക്കി സ്റ്റേഡിയം എന്നിവയാണ് മറ്റുള്ളവ. സംസ്ഥാനത്തെ 3ാമത്തെ സിന്തറ്റിക് ടർഫാണ് ഇത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ 15ഓടെ പൂർത്തിയാക്കും. അനുബന്ധ ജോലികൾ പൂർത്തിയാകുന്നതോടെ ഹോക്കി ടർഫിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുമെന്ന് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു.